അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കർബല യുദ്ധ ചരിത്രത്തിൻ്റെ ഐതിഹാസികമായ കർബല രണാങ്കണത്തിൻ്റെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു വെച്ചത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ചിരുന്ന സഹാബിയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയക്കാണ് പിന്നെ ഹസ്സൻ റളിയല്ലാഹു തആല അൻഹു ഭരണത്തിൻ്റെ അതിന് പക്വത എത്താത്തതിനാലും മറ്റും പല കാരണങ്ങളാലും മുആവിയയിലേക്കാണ് ഭരണമേൽപ്പിച്ചത്. ഏതായാലും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യസീദിന് ഭരണം കിട്ടുകയാണ്. അഹ്ലു ബൈത്തിനെ ദ്രോഹിക്കരുത് എന്ന് വാപ്പ പറഞ്ഞതിനനുസരിച്ചാണ്, എതിരായിട്ടാണ് അക്രമിയായിരിക്കുന്ന യസീദ് ഭരണം ആരംഭിച്ചത്. ഒരു ദിവസം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ പിടിച്ചിരിക്കുന്ന നടക്കുന്ന സമയത്താണ് അവിടുന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, മുആവിയ നീ പിറകോട്ട് നടക്കൂ, ഒട്ടകത്തിൻ്റെ മൂക്ക് കയറ് പിടിച്ച് ഇനി മുന്നിൽ നടക്കണ്ട, പിന്നിൽ നടക്കൂ. ഈ സമയം യാത്രയൊക്കെ അവസാനിച്ചതിന് ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എന്താണ് നിങ്ങൾ എന്നോട് ഇത്രയും കാലമായിട്ട് മുന്നിൽ നടക്കാൻ പറഞ്ഞിട്ടില്ല, മുന്നിൽ നടക്കാനല്ലാതെ പിന്നിൽ നടക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പം എന്താണ് അങ്ങ് ഈ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂല് മഹാനായ മുആവിയോട് പറഞ്ഞു, മുആവിയ, അഹ്ലു ബൈത്തിനെ കൊഞ്ചനം കുത്തുന്ന, അഹ്ലു ബൈത്തിനെ ദ്രോഹിക്കുന്ന നിൻ്റെ ഒരു മകൻ യസീദിൻ്റെ ബീജം നിൻ്റെ മുതുകിൽ ഊറിയിരിക്കുന്നു. അത് എന്നെ നോക്കി കൊഞ്ചനം കുത്തുകയാണ്. അതുകൊണ്ടാണ് നിന്നോട് ബേക്കിൽ നടക്കാൻ പറഞ്ഞതെന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹിൻ്റെ റസൂല് പറയുകയാണ്. ഏതായാലും ആ യസീദിനാണ് ഭരണം വാപ്പയായിരിക്കുന്ന മുആവിയ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ യസീദ് ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ വാപ്പാൻ്റെ വസിയത്തുകളൊക്കെ ലംഘിച്ച് അഹ്ലു ബൈത്തിന് യസീദിൻ്റെ വാപ്പയായ മുആവിയ റളിയല്ലാഹു തആല നൽകിയിരുന്ന ആനുകൂല്യങ്ങളൊക്കെ പിൻവലിക്കുകയാണ് ഒന്നാമത് ചെയ്തത്. രണ്ടാമത് യസീദ് ചെയ്യാൻ പോകുന്നത് താൻ സ്നേഹിച്ചിരുന്ന അലിയാർ തങ്ങളെ വളർത്തുപുത്രിയായ ഉമ്മുൽ ഹക്കീമിനെ സ്വന്തമാക്കണം. ഇതൊക്കെയാണ് യസീദിൻ്റെ മനസ്സിലുള്ള ചിന്ത. അതിന് ഉമ്മുൽ ഹക്കീമിൻ്റെ ഭർത്താവായ നുഅ്മാനിനെ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടണം. അതിനെന്താണ് മാർഗം, അതിനെന്താണ് പോംവഴിയെന്ന് യസീദ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ യസീദ് തൻ്റെ ഒരു ദൂതനെ വിളിച്ച് മദീനയിലേക്ക് നുഅ്മാനിന് ഒരു ലെറ്റർ കൊടുത്തയക്കുകയാണ്. ഡമാസ്കസിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യസീദ് ഡമസ്കസ് ആസ്ഥാനമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുആവിയ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം. അപ്പോൾ ഒരു ലെറ്റർ മദീനയിലേക്ക് കൊടുത്തയക്കുകയാണ്. നുഅ്മാനും ഭാര്യയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മദീനയിൽ അതാ കവാടത്തിൽ ആരോ വന്ന് മുട്ടുന്നു. യസീദ് കൊടുത്തയച്ച ഒരു കത്ത്, ഒരു ദൂതൻ ആ കവാടത്തിൽ വന്ന് മുട്ടുകയാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ കണ്ട് നുഅ്മാൻ ഞെട്ടിയെന്ന് മാത്രമല്ല, ആ മനുഷ്യൻ പറയുന്നു, യസീദ് എന്ന് പറയുന്ന ഭരണാധികാരി ഡമസ്കസിൽ നിന്നും തന്നയച്ചതാണ് നിങ്ങൾക്കൊരു കത്ത് നുഅ്മാനിനെ എന്ന് പറഞ്ഞുകൊണ്ട് കത്തുമായി വന്ന ആൾ നുഅ്മാനിനെ കത്ത് നീട്ടിയെന്ന് മാത്രമല്ല, ലെറ്റർ വാങ്ങി പൊളിച്ച് വായിക്കുകയായിരുന്നു. എന്തായിരുന്നു കത്തിലുള്ള ഉള്ളടക്കമെന്ന് നമുക്ക് ഇങ്ങനെ കേൾക്കാം. അത് ഈ കവി ഇങ്ങനെ വിവരിക്കുന്നു. എത്രയും പിരിശത്താൽ നുഅ്മാനോരെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിടണേ, ഡമസ്കസിൽ നിന്നും യസീദ് എഴുതുന്നതാണിത്, മറുപടി തന്നിടണേ. കൊട്ടാരത്തിൽ നിങ്ങൾക്കുന്നത പദവി ഞാൻ നൽകും വരവാലേ, അതിനാൽ മറുപടി തന്നെന്നെ വേഗം മാറിക്കൂ വിവരങ്ങൾ നുഅ്മാനേ. കൂഫ ഗവർണറായി നിങ്ങളെ നിയമിക്കാം, മറ്റേത് സ്ഥാനവും വേണമെങ്കിൽ തന്നേക്കാം, ഉടൻ തന്നെ ഉചിതമ മറുപടി കാത്ത് കഴിഞ്ഞിടുന്നേ. യസീദിന്ന് കത്ത് മൂടിത്തിടുന്നേ.
അതെ, മദീനയിലെ മസ്ജിദിന് സമീപം താമസിക്കുന്ന നുഅ്മാൻ അറിയാൻ അങ്ങകലെ ഡമസ്കസിൽ നിന്നും മുആവിയയുടെ പുത്രൻ യസീദ് എഴുത്ത് എന്തെന്നാൽ, എൻ്റെ ഭരണത്തിന് കീഴിൽ ഉന്നതമായൊരു സ്ഥാനം നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കത്ത് വായിച്ച് വിവരമറിയിച്ചാലും. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. കൂഫയുടെ ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ നിനക്കിഷ്ടപ്പെട്ട സ്ഥാനം. കത്ത് വായിച്ച് ഭാര്യ ഉമ്മുൽ ഹക്കീമിൻ്റെ മുഖത്തേക്ക് നോക്കി നുഅ്മാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് കത്ത് യസീദിൻ്റെ? ഞാൻ നാളെ കൂഫയുടെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ നീയോ? ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുകയാണ്. മാത്രമല്ല അപ്പോൾ നീ ഗവർണറുടെ പൊണ്ടാട്ടിയായി മാറും. ഉമ്മുൽ ഹക്കീമിനോട് അവിടെ നിന്ന് നുഅ്മാൻ പറയുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയൂവെന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ ഭാര്യ ഉമ്മുൽ ഹക്കീം പറയുകയാണ് എന്തെന്ന്, കൊല്ല ചതി ചെയ്യുവാനുള്ള വേളിയാണ് നൂരക്കൈ പോകല്ലേ എനൈമാരായ യസീദിൻ്റെ വിളിക്കൈ കൊതിച്ചൊനാം അവൻ പണ്ട് എനൈ വേളി കഴിക്കാൻ അതിനാലെ ഇതിലുണ്ട് ചതിയെന്ന് ഉരക്കൈ. അതെ, ഒരിക്കലും നിങ്ങൾ ഡമസ്കസിലേക്ക് പോകരുത്. ഗവർണർ സ്ഥാനം ഒരിക്കലും നിങ്ങൾ മോഹിക്കരുത്. അതിമോഹം നിങ്ങൾക്ക് ആപത്തായി മാറുമെന്ന് തൻ്റെ പൊണ്ടാട്ടിയായ ഉമ്മുൽ ഹക്കീം നുഅ്മാനോട് പറയുകയാണ്. മാത്രമല്ല കൂഫക്കാർ ചതിയന്മാരാണ്. അവൻ എന്നെ മോഹിച്ചവനായിരുന്നു പണ്ട്. ഗവർണറാകാനുള്ള ആഗ്രഹം മനസ്സിൽ നിങ്ങൾ വെച്ചേക്കുക. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാം. പക്ഷേ ഉമ്മുൽ ഹക്കീമിൻ്റെ ഉപദേശമൊന്നും ചെവിക്കൊള്ളാതെ ഗവർണറാകാനുള്ള അത്യാഗ്രഹം കൊണ്ട് നുഅ്മാൻ ഡമസ്കസിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ഡമസ്കസിലേക്ക് തിരിച്ച നുഅ്മാൻ യസീദിൻ്റെ കൊട്ടാരത്തിലേക്ക് നേരെ അങ്ങ് കയറി ചെല്ലുകയാണ്. നുഅ്മാനെ കണ്ട പാടെ സുബ്ഹാനല്ലാഹ്, അതാ യസീദ് ഒരു ചിരി പാസാക്കുകയാണ്. യസീദ് നുഅ്മാനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഒരു റൂമിനകത്തേക്ക് കയറ്റിക്കൊണ്ട് നുഅ്മാനോട് പറഞ്ഞു, നാളെ നീ ഗവർണറാണ്. നാളെ നീ ഗവർണറാണ്. പക്ഷേ അതിനാൽ ഞാൻ ചില എഗ്രിമെൻറ്റുകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിലൊന്ന് ഒപ്പിട്ട് തരണം. ഞാൻ പറയുന്ന എല്ലാ കാര്യവും നീ അനുസരിക്കണം. അള്ളാഹു സാക്ഷി. ആര് സാക്ഷി? അള്ളാഹു സാക്ഷി. കരാർ ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം നുഅ്മാനോട് യസീദ് പറയുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ ഹക്കീമിനെ ത്വലാക്ക് ചെല്ലാൻ. സുബ്ഹാനല്ലാഹ്, ഇതിങ്ങോട്ട് കേട്ടപ്പോൾ നുഅ്മാൻ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. അത് നുഅ്മാനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഉടനെ തന്നെ യസീദ് ബലമായി ത്വലാക്ക് എഴുതി വാങ്ങിക്കുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ്. കൂഫയിലേക്ക് പോകരുതേ എന്ന് യസീദ് ചതിക്കുമെന്ന് തൻ്റെ ഭാര്യയുടെ വാക്കുകളോർത്ത് നുഅ്മാൻ എല്ലാം തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഡമസ്കസിൽ ജയിലിൽ കഴിഞ്ഞുകൂടുകയാണ്. ജയിലിൽ പൂട്ടപ്പെട്ടിരിക്കുകയാണ് യസീദ്. ഏതായാലും നുഅ്മാൻ അറിയാതെ ത്വലാഖിൻ്റെ വാചകങ്ങളടങ്ങുന്ന ഒരു കത്ത് ഒരു ദൂതൻ മുഖേന മദീനയിലേക്ക് ഉമ്മുൽ ഹക്കീമിന് യസീദ് കൊടുത്തയക്കുകയാണ്. ലെറ്റർ വായിച്ചുകൊണ്ട് ഉമ്മുൽ ഹക്കീം കണ്ണീർ വാർത്തു. തൻ്റെ പ്രിയപ്പെട്ടവരോട് പോകരുതേ എന്ന് പലതവണ ആവർത്തിച്ചതാണ്. പലതവണ എൻ്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ പോകരുതേ, യസീദ് ചതിക്കും, അവൻ ചതിയനാണ്, കൂഫക്കാർ തന്നെ ചതിയന്മാരാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാം അല്ലാഹുവിൻ്റെ വിധിയെന്നോർത്ത് ഉമ്മുൽ ഹക്കീം അവിടെ സമാധാനിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ യസീദിൻ്റെ മറ്റൊരു ലെറ്റർ എന്തായിരുന്നു അത് എന്ന് ഈ കവി തന്നെ പറയാനായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്തി യസീദിൻ എഴുത്താലന്ന് ത്വയ്ബ പാതിയിലായി അടുത്തിടുന്ന്. എത്തി യസീദിൻ എഴുത്താലന്ന് എത്തി യസീദിൻ എഴുത്താലന്ന് ത്വയ്ബ പാതിയിൽ അടുത്തിടുന്നേ. കണ്ട് ഹസനും പിടിച്ചിടുന്നേ. കാര്യം എന്തെന്ന് ചോദിച്ചന്ന് ഡമസ്ക് ഭരിക്കും യസീദവൻ്റെ ദൂതനായി എത്തി ഞാനിത്തലമേ ഉമ്മുൽ ഹക്കീമിൽ കൊടുത്തിടാനായി ലെറ്ററും കൈവശം ഉണ്ടെന്നിലായി.
അങ്ങനെ മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഹസ്സൻ റളിയല്ലാഹു തആല പരിചയമില്ലാത്ത ഒരാളെ മദീന പള്ളിയുടെ പരിസരം കണ്ടപ്പോൾ പിടികൂടി ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചു. എവിടുന്ന് ഞങ്ങൾ വരുന്നത് ചോദിച്ചു. എന്തിനാണ് ഇവിടെ വന്നത് ചോദിച്ചു. ഉടൻ തന്നെ ആ പരിചിതൻ പറയുകയാണ്, ഞാൻ ഡമസ്കസിൽ നിന്നും വരികയാണ്, യസീദ് പറഞ്ഞയച്ചതാണ് ഒരു ലെറ്റർ ഉമ്മുൽ ഹക്കീമിന് കൊടുക്കാൻ. എന്താണ് ലെറ്ററിൽ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നുള്ള മറുപടി. ഉടൻ തന്നെ ഹസ്സൻ ആ മനുഷ്യൻ്റെ അടുക്കൽ നിന്നും കത്ത് വാങ്ങി വായിച്ചപ്പോൾ യസീദിൻ്റെ വിവാഹാഭ്യർത്ഥനയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ശരി, ഹസ്സൻ റളിയല്ലാഹു തആല പറഞ്ഞു, നീ ചെന്ന് കാര്യം പറയും. ആ ദൂതനോട് പറയുകയാണ്, നീ ഉമ്മുൽ ഹക്കീമിൻ്റെ അടുക്കൽ ചെന്ന് കാര്യം പറയും. അഥവാ ഉമ്മുൽ ഹക്കീമിന് യസീദുമായുള്ള ഈ വിവാഹം സമ്മതമല്ലെങ്കിൽ നീ മറ്റൊരു കാര്യം കൂടി പറയണം. എന്താണ് വെച്ചു. ഹസ്സൻ റളിയല്ലാഹു തആല അഥവാ റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി അലി റളിയല്ലാഹു തആലയുടെ മകൻ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. ദൂതൻ ലെറ്ററുമായി അങ്ങനെ ഉമ്മുൽ ഹക്കീമിനെ സമീപിക്കുകയാണ്. യസീദിൻ്റെ കത്താണെന്ന് കണ്ട ഉടനെ അത് വായിച്ചു നോക്കിയതാ ഉമ്മുൽ ഹക്കീം ദൂതൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ ഏറായിരുന്നു. അങ്ങനെ അവിടുന്ന് മടങ്ങിപ്പോന്നു. വഴിയിൽ വെച്ച പെട്ടെന്ന് ആ ദൂതന് മറുപടി ഓർമ്മ വന്നു. എന്നോട് നേരത്തെ ഹസ്സൻ കത്ത് വായിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അഥവാ ഉമ്മുൽ ഹക്കീമിനെ യസീദുമായുള്ള വിവാഹം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞല്ലോ. ആ വാർത്ത വഴിയിൽ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോഴാണ് ലെറ്ററുമായി പോയ ദൂതന് ഓർമ്മ വന്ന് വേഗം ദൂതൻ ഉമ്മുൽ ഹക്കീമിൻ്റെ കവാടം ചെന്ന് മുട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ വീണ്ടും വന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് വഴിയിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമകൻ ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയിരുന്നു. കണ്ടു എന്ന് മാത്രമല്ല, അങ്ങേക്കെഴുതിയ കത്തൊക്കെ അദ്ദേഹം വായിച്ചു മാത്രമല്ല, അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതറിയിക്കാനാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഉമ്മുൽ ഹക്കീം ചോദിച്ചു, എന്താണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ദൂതൻ പറയുകയാണ്, നിനക്ക് സമ്മതമാണെങ്കിൽ ഹസ്സന് കല്യാണം കഴിക്കാൻ. ഇതിങ്ങോട്ട് കേൾക്കേണ്ട താമസം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ഉമ്മുൽ ഹക്കീം സുബ്ഹാനല്ലാഹ്, ആരാണ് എന്നെ വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്? എൻ്റെ വളർത്തുപിതാവായ അലി തങ്ങളുടെ പൊന്നാരമോൻ. ഇത് കേൾക്കേണ്ട താമസം ഉമ്മുൽ ഹക്കീമിനെ വിവാഹമായി പൊന്നും ഹസനൂരിൽ ഇണയുമായി കാര്യം യസീദവൻ അറിയലായി ബേക്കേട്ട് അവനതാ തരിച്ചു പോയി. ഉടനെ ജഅഫറെ വിളിച്ചിടുന്നേ ഹീലത്താതും അവനിൽ മൊളിന്തിടുന്നേ. പക്ഷേ ഹസ്സൻ റളിയല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടി മഹാനായ അലിയാർ തങ്ങളുടെ വളർത്തുപുത്രിയായ ഉമ്മുൽ ഹക്കീമിനെ വിവാഹം കഴിച്ച വിവരം ഒരു ഞെട്ടലോടുകൂടെയാണ് യസീദ് അറിഞ്ഞത്. ഹസ്സനെ ഒരു ഏറ്റുമുട്ടലിലൂടെ വധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ യസീദ് തൻ്റെ പട്ടാളത്തിലുണ്ടായിരുന്ന ജഅഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിൻ്റെ പെങ്ങൾ ജഹ്ദ എന്ന് പറയുന്ന പെണ്ണിനെ കൂടാതെ ഹസ്സൻ റളിയല്ലാഹു തആല ഉമ്മുൽ ഹക്കീമിനെ കല്യാണം കഴിച്ചിരിക്കുന്നു. നിൻ്റെ പെങ്ങളെ അപേക്ഷിച്ച് ഉമ്മുൽ ഹക്കീം വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് ഭാവിയിൽ പെങ്ങളുടെ കാര്യം അപകടപ്പെടാതിരിക്കാൻ നമുക്ക് ഹസ്സനെ വകവരുത്താം. അതിന് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് യസീദിൻ്റെ പട്ടാളത്തിലുള്ള ജഅഫറിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളെയാണ് ഹസ്സൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരിക്കുന്ന ജഹ്ദ എന്നുള്ള പെണ്ണിനെ. അപ്പോൾ രണ്ടാമതൊരു പൊണ്ടാട്ടിയ ഉമ്മുൽ ഹക്കീമിനെ കെട്ടിയത് യസീദ് അദ്ദേഹത്തിനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഹസ്സനെ വകവരുത്തണം. അതെനിക്ക് നിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഞാനൊരു മരുന്ന് തരാം, അത് ഹസ്സൻ കുടിക്കുന്ന പാനീയത്തിൽ കലർത്താൻ
നിൻ്റെ പെങ്ങളായ ജഹദയോട് പറയുക. പറഞ്ഞ പ്രകാരം ജാഫർ ജഹദയുടെ അടുക്കൽ അതാ മരുന്നെത്തിക്കുകയാണ്. തൻ്റെ പെങ്ങളുടെ അടുക്കൽ മരുന്നെത്തിച്ചു എന്ന് മാത്രമല്ല, പറഞ്ഞതുപോലെ ജഹദ പാനീയത്തിൽ വിഷം കലർത്തിയിരിക്കുകയാണ്. മഹാനായ അസ്സം റളിയല്ലാഹു തആല അൻഹു നൽകാൻ അങ്ങനെ നട്ടപ്പാതിരാസമയം തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി അദ്ദേഹം എഴുന്നേറ്റപ്പോൾ സാധാരണ ഒരു പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വെള്ളം കുടി, ആ വെള്ളം കുടിക്കുന്ന വെള്ളത്തിലാണ് തൻ്റെ ആദ്യത്തെ ഭാര്യയായിരിക്കുന്ന ജാഫറിൻ്റെ പെങ്ങൾ ജഹദ വിഷം കലർത്തി വച്ചിരിക്കുന്നത്. ഈ സമയം ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാലും വാഴ്ത്തും സോദരർ. ആരംഭ പേർ ഹസൻ ഹുസൈൻ, ഹസനുണ്ടൊരു ഭാര്യയായി, ജഹദ എന്നാണവൾക്കു പേർ. സ്നേഹത്തിനെ പകരമായി മൗത്ത് കൊടുത്ത പെണ്ണവൾ. മഹാനായ അസ്സം റളിയല്ലാഹു തആല അൻഹു തഹജ്ജുദിന് എഴുന്നേറ്റാൽ അല്പം വെള്ളം കുടിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ജഹദ വിഷം കലർത്തിയെന്ന് മാത്രമല്ല, അസ്സം റളിയല്ലാഹു തആല അൻഹു പതിവ് പോലെ തഹജ്ജുദിന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ആ വെള്ളമെടുത്ത് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അസ്സം റളിയല്ലാഹു അൻഹു ഒരു അട്ടഹാസമിട്ട് സഹോദരൻ ഹുസൈനെ അരികിൽ വിളിച്ചുകൊണ്ട് പിതാവ് കൊടുത്തൊരു പിടിമണ്ണ് ഹുസൈൻ്റെ കൈവശം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് ഉപ്പാക്ക് നിബിതങ്ങൾ നൽകിയതാണ്. നിബിതങ്ങൾക്ക് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയതാണ്. അതിനാൽ ഈ മണ്ണിനോട് സാമ്യമുള്ള മണ്ണ് എവിടുന്ന് കാണുന്നുവോ അവിടെയായിരിക്കും നിന്റെ അന്ത്യമെന്ന് ഉപ്പൂപ്പ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു തീരേണ്ട താമസം മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു എന്നേക്കുമായി ലോകത്തോട് വിട പറയുകയാണ്. ആ മഹാന്റെ തണൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഏതായാലും ഹസ്സൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂഫക്കാർ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അതാ ആയിരക്കണക്കിന് കത്തുകൾ എഴുതുകയാണ്. ഒരുപാട് നൂറുകണക്കിന് ലെറ്ററുകൾ എഴുതിയെന്ന് മാത്രമല്ല, പക്ഷേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതൊന്നും സ്വീകരിച്ചില്ല. നമ്മൾ ഭരിച്ച് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണശേഷം, ഉമർ റളിയല്ലാഹു തആല ഭരണശേഷം, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണശേഷം, മഹാനായ അലിയും കറമല്ലാഹു വജ്ഹുവിൻ്റെ ഭരണശേഷം, മുആവിയയുടെ ഭരണശേഷം, അതുപോലെ തന്നെ യസീദിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അസ്സം റളിയല്ലാഹു തആല മാസങ്ങളോളം ഭരിച്ചു. ഇനി ഏത് ശരിയായ അവകാശം ഇതാ ഹുസൈൻ റളിയല്ലാഹു തആല ആണെന്ന് മനസ്സിലാക്കി കൂഫയിൽ നെറികെട്ട ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യസീദിൻ്റെ സിംഗിടിയായ മന്ത്രിയായ ഇബ്നു സിയാദ്. ആ സമയത്താണ് കൂഫക്കാർ പൊറുതി മുട്ടിക്കൊണ്ട് അവിടുന്ന് ഒരു കത്ത് എഴുതുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല ഒന്നല്ല നൂറുകണക്കിന് കത്തുകൾ എഴുതി. എന്തായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കമെന്ന് കവി തന്നെ പറയുമായിരിക്കും നല്ലത്. കരളിൻ്റെ കരളായ ഹുസൈൻ വായിച്ചറിയുവാൻ കത്തൊന്ന് കൂഫക്കാരും കുറിച്ചിടും തന്നിഷ്ടം നടത്തിയിടും യസീദിൻ്റെ ഭരണത്താൽ മന്ത്രിയാം ഉബൈദ് ഇബ്നു സിയാദും കൂടെ ഇരുവരെ ളുലുമാലേ ജനം നീറി കഴിഞ്ഞിടും ശരിയായ മറുപടി ഉമൈത്തരാതിരുന്നെങ്കിൽ വലയുന്ന ഹിസാബിൻ്റെ സമയം തന്നിൽ ഞങ്ങൾ ചോദിക്കും പടച്ചോൻ്റെ സവിധം തന്നിൽ കുറികണ്ട് മാനം പീഠം ഹുസൈനോരും തീരിക്കുന്നേ അതിനു മുമ്പേ മുസ്ലിമെ വിടുത്തിടും അതെ, ഡെമസ്കസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആസ്ഥാനമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന
യസീദിൻ്റെയും അതുപോലെ തന്നെ തൻ്റെ മന്ത്രിയായ ഉബൈദ് ബിൻ സിയാദിൻ്റെയും ഭരണത്താൽ പൊറുതിമുട്ടിയ കൂഫക്കാർ നൂറുകണക്കിന് എഴുത്തുകൾ എഴുതിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അതാ കൂഫയിലെ കാരണവന്മാരിൽ പ്രധാനികളായ ആളുകളൊരു യോഗം ചേർന്ന് അവസാനം ഒരു എഴുത്ത് വിടുകയായിരുന്നു. ആ എഴുത്തങ്ങ് കിട്ടിയപ്പോൾ എന്തായിരുന്നു എഴുത്തിലുണ്ടായിരുന്നത്? നിങ്ങൾ അധികാരമേറ്റില്ലെങ്കിൽ നാളെ റബ്ബുൽ ഇസ്സത്തിൻ്റെ കോടതിയിൽ വരുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. യസീദിൻ്റെ ഭരണം കൊണ്ട്, യസീദിൻ്റെ മന്ത്രിയായ ദുഷ്ടനായ ഇബ്നു സിയാദിൻ്റെ ഭരണം കൂഫയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ളുൽമാരുള്ള അക്രമത്താലുള്ള ഭരണം. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ വന്ന് ഭരണം ഏറ്റെടുക്കണം. യഥാർത്ഥ ഭരണത്തിൻ്റെ അവകാശം നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നൂറുകണക്കിന് കത്തുകൾ ഞങ്ങൾ എഴുതിയിരിക്കുന്നത് അവസാനത്തെ കത്താണെന്നും പറഞ്ഞുകൊണ്ട് കത്ത് വായിച്ച ഹുസൈൻ റളിയല്ലാഹു തആലാൻ്റെ ഹൃദയം പൊട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം കൂഫയിലേക്ക് പോകുന്നതിന് മുമ്പ് സഹോദരൻ, കുടുംബത്തിലെ ഒരു സഹോദരൻ മുസ്ലിം റളിയല്ലാഹു തആലാവിനെ കൂഫയിലെ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ നേതൃത്വം നൽകാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ പറയായിരിക്കും നല്ലത്. കൽപ്പന പോലന്ന് മുസ്ലിം കൂഫയിലെത്തിയേ, പഹയൻ ഭരണത്താൽ പൊറുതിയും മുട്ടിയേ, മുസ്ലിമെ കൊല്ലാനായി ഇബ്നു സിയാദന്ന് പട്ടാളക്കാരിലായി ഓർഡറും നൽകുന്ന്, ഹുസൈനാരെ പക്ഷത്ത് ജയിലിലടച്ചാനേ, മുസ്ലിമെ കാണാതെ പട്ടാളം ചുറ്റിയേ, തിരഞ്ഞ് ഹാനിൻ്റെ വീട്ടിലും എത്തിയേ, പിടികൂടി സൈന്യം വകയും വാരുത്തിയേ, കഥയൊന്നും അറിയാതെ ഹുസൈനും തിരിക്കുന്നേ, ജദ്ദിൻ ഹളറത്തിൽ ദുആയും ബിരുത്തിയേ, കൂഫയിലേക്കായി ഹുസൈനോരും നീങ്ങിയേ. അതെ, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു കൂഫയിലെത്തിയെങ്കിലും അവിടെ സ്ഥിതി വഷളായി വരികയാണ്. ഇബ്നു സിയാദും പട്ടാളവും യസീദിൻ്റെ കൽപ്പന അനുസരിച്ച് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അനുയായികളെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയും വഴിപ്പെടാത്തവരെ ജയിലിലടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കൂഫയിൽ ഇബ്നു സിയാദും പട്ടാളവും. ഇതിനിടെ മുസ്ലിമിനെ വധിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അസർ നിസ്കാരത്തിന് പള്ളിയിൽ കയറിയ ഉടനെ സിയാദിൻ്റെ പട്ടാളം പള്ളി വളയുകയാണ്. കാരണം അവിടെ ഒരു നിസ്കാര പള്ളിയിൽ ഇമാമായി നിൽക്കുകയാണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച മുസ്ലിം റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ പള്ളി വളഞ്ഞു എന്ന് മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞ് തന്ത്രപരമായി മുസ്ലിം റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെട്ടു. കൂഫ മുഴുവൻ അരിച്ചു പൊറുക്കാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച ഈ മുസ്ലിമിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പട്ടാളത്തിന് അദ്ദേഹത്തിനെ കണ്ടെത്താനായില്ല. കൂഫയിലെ കാരണവരായ പ്രത്യക്ഷത്തിൽ ഇബ്നു സിയാദിൻ്റെ പക്ഷക്കാരനും എന്നാൽ ഉള്ളിൽ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുന്ന മഹാനുമായിരുന്നു മഹാനായ ഹാനി റളിയല്ലാഹു തആല അൻഹു. ഒരു വയസ്സായ മനുഷ്യനായിരുന്നു. ഉള്ളിൽ അഹ്ലു ബൈത്തിനോട് സ്നേഹമുള്ള ആളാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ കൂഫ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നു സിയാദിൻ്റെ ആളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം നമ്മളുടെ ആളെടുത്ത് എന്തായാലും ഉണ്ടാവില്ലല്ലോ എന്നാണ് ഇപ്പോൾ ഇബ്നു സിയാദ് ചിന്തിക്കുന്നത്. നമ്മളാണല്ലോ ഹാനി റളിയല്ലാഹു തആല അൻഹു പ്രത്യക്ഷത്തിൽ ഉള്ളിൽ അഹ്ലു ബൈത്തിൻ്റെ ആളാണെങ്കിലും. അപ്പോൾ അവിടെ ബാക്കി എല്ലാ ഭാഗത്തും മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അരിച്ചു പൊറുക്കി. ഏതായാലും അങ്ങനെ തെരഞ്ഞു കൊഴുങ്ങിയ യസീദിൻ്റെ സൈന്യം ഒരു CID നിയമിക്കുകയാണ്. എന്തിന്? ഇനി നമ്മളെ കാരണവരെ വീട്ടിലേറ്റ മുസ്ലിം ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് മുസ്ലിമിനെ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹാനി റളിയല്ലാഹു അൻഹു പോരാട്ടത്തിൽ വധിക്കപ്പെടുകയാണ്.
മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ മലമുകളിൽ നിന്ന് താഴോട്ടെറിഞ്ഞുകൊണ്ട് അതിക്രൂരമാവിധം വധിക്കപ്പെടുകയാണ്. കഥയൊന്നും അറിയാത്ത മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സംഘവും അതാ മുസ്ലിം എഴുതുന്നത് പോലെ ഇബ്നു സിയാദ് ഒരു കത്തെഴുതുകയാണ്. ആർക്ക്? ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ മദീനയിലേക്ക് ഹുസൈൻ അറിയാൻ ഇവിടെ മുസ്ലിം എഴുതുന്നത് പോലെ ഒരു കത്തെഴുതുകയാണ്. എനിക്കിവിടെ സുഖമാണ്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വരണം. സന്തോഷ വാർത്ത കേട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹും കുടുംബവും വല്യപ്പാൻ്റെ ഹദറത്തിൽ ചെന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ സിയാറത്ത് ചെയ്തുകൊണ്ട് കൂഫയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അങ്ങനെ ദിവസങ്ങൾ സഞ്ചരിച്ച് ഏകദേശം കൂഫയുടെ സമീപം എത്തിയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കുതിര മുട്ടുകുത്തുകയാണ്. എത്ര എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഈ സമയം ഒരു ബാലനേരർത്ത നേരം അവനിൽ ചോദിത്തിടുന്നേ, ബലദിനിസ് മറിഞ്ഞിടുമോ സബിയിലന്ന് സുഅലായി. സത്തുൽ ഫുറാത്തൊരു നാമവും ഫലദിനുണ്ടെന്നറിയൂ, അറിയപ്പെടാ ഒരു നാമവും ഖർബലായും അറിയൂ. ഇവിടമിൽ ഞാൻ ഷഹീദായിടും പറഞ്ഞു വിങ്ങി കരഞ്ഞേ, വിധി പോലെല്ലാം നടക്കുമെന്ന് പറഞ്ഞ് തങ്ങൾ സബുറായി. അങ്ങനെ മുമ്പ് കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച മുസ്ലിമിനെ അവർ പിടിച്ചു കൊന്നിട്ടുണ്ട്, അപകടത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് യസീദ് ചെയ്ത പണി എന്താണ്? മുസ്ലിം കൂഫയിൽ നിന്ന് കത്തെഴുതുന്നത് പോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കത്തെഴുതുകയാണ്. എനിക്ക് ഇവിടെ സുഖമാണ്, നിങ്ങൾ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഇവിടെ സുഖസുന്ദരമായി ഇവിടെ കഴിഞ്ഞുകൂടുന്നു, അതുകൊണ്ട് നിങ്ങൾ വേഗം കൂഫയിലേക്ക് വരണം, ഇവിടെ സുന്ദരമായ ഭരണമാണ് എൻ്റെ കീഴിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ട് ഇബ്നു സിയാദ് ഒരു കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു എഴുതുകയും ആ കത്ത് മുസ്ലിം എഴുതിയതാണെന്ന് മനസ്സിലാക്കി മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കുടുംബവും അതാ സത്തുൽ ഫുറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് മലയോരത്തിൽ ആടിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടത്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഈ നാടിൻ്റെ പേരെന്താണ് കുട്ടിയെ എന്ന് ചോദിച്ചു. ആ സമയം കുട്ടി പറഞ്ഞു, ഈ നാടിൻ്റെ പേര് സത്തുൽ ഫുറാത്ത് എന്നാണ്. ആ സമയം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അതല്ലാതെ വല്ല പേരും ഉണ്ടോ? അപ്പം ആട്ടിടനായ മനുഷ്യൻ പറയണേ, അറിയപ്പെടാത്ത മറ്റൊരു പേരുണ്ട്. ആളുകൾ സത്തുൽ ഫുറാത്ത് എന്നാണ് അധികം വിളിക്കാറുള്ളത്, അറിയപ്പെടാത്ത മറ്റൊരു പേരുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അതെന്താണെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഖർബല എന്നാണ്. ഇത് കേൾക്കേണ്ട താമസം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ണും അവിടുന്ന് ഒരു പിടി മണ്ണും വാരി നോക്കിയപ്പോൾ ഒരേ നിറമാ, ഒരേ മണമുള്ള മണ്ണാ. ഈ സമയം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇവിടെ തന്നെയായിരിക്കും എൻ്റെ അന്ത്യം എന്ന് ഹുസൈൻ എന്ന ഖോജ. അങ്ങനെ അവർ കുടുംബസമേതം കർബലയിൽ ടെൻ്റ് കെട്ടി താമസിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധികൾ നടക്കണ്ടേ. ഇബ്നു സിയാദിൻ്റെ സൈന്യം യൂഫ്രട്ടീസ് വളയുന്നേ, ദാഹജലത്തിനായി വകയില്ലാതെ കുഴയുന്നേ. വേഗം ഹുസൈനോട് പോരാടാൻ സൈന്യം വിട്ടന്നേ. കൽപ്പന യസീദും ഇബ്നു സിയാദിൽ കൊടുത്തന്നേ. കൂഫയിലേക്ക് എത്താൻ സമയം കൊടുക്കാതെ ഖർബലയിൽ വെച്ചുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഏറ്റുമുട്ടാൻ ഇബ്നു സിയാദിൻ്റെ പട്ടാളം ഖർബലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി ദാഹജലം ലഭിക്കാതെ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കുടുംബവും
വല്ലാത്ത വിഷമത്തിലായി. വെള്ളം ലഭിക്കേണ്ട യൂഫ്രട്ടീസ് നദി ഇബ്നു സിയാദിൻ്റെ പട്ടാളം വളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇബ്നു സിയാദിൻ്റെ പട്ടാളത്തോട് ഏറ്റുമുട്ടാൻ തൻ്റെ കുതിരപ്പുറത്ത് കയറുകയാണ്. പട്ടക്കളത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. മാത്രമല്ല യുദ്ധം ഹുസൈനാരും തുടങ്ങിയിടുന്നേ. ഇബ്നു സിയാദിൻ്റെ പടയോടം നേ. ഷഹ്റാം മുഹറം 10 ആണം നേ. ജദ് ഉരത്ത പോൽ പുലർന്നിടും നേ. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇബ്നു സിയാദിൻ്റെ പട്ടാളത്തിൻ്റെ മധ്യത്തിലേക്ക് അതാ മൈമൂൺ എന്ന കുതിരപ്പുറത്ത് ചാടിക്കയറിയെന്ന് മാത്രമല്ല, പെട്ടെന്ന് ഈ സമയം മഹാനവറുകളെ സിയാദിൻ്റെ പട്ടാളം വളയുകയാണ്. നിമിഷ നേരം കൊണ്ട് അവരെല്ലാം അരിഞ്ഞു വീഴ്ത്തിയതിന് ശേഷം തിരിഞ്ഞു നടക്കുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിറകെ ഇബ്നു സിയാദിൻ്റെ പട്ടാളം പാഞ്ഞെത്തിയ രംഗം കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അതാ പടക്കളത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. ഈ സമയം മോനാം അലി അക്ബർ പോരുതിടും നേ. മിഅത്താം ഭടന്മാരെ അരിഞ്ഞിട്ടാം നേ. മോനാം അലി അക്ബർ ഷഹീദായെന്നേ. മോനെ എടുത്ത് ഹൈമയിലണഞ്ഞേ. അതേ, വാപ്പയെ സഹായിക്കാൻ വേണ്ടി തൻ്റെ പൊന്നുമോൻ അലി അക്ബർ യുദ്ധക്കളത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. ഇബ്നു സിയാദിൻ്റെ പട്ടാളത്തോട് പൊരുതുന്ന രംഗം കണ്ട് ഒരു വേള മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹൃദയം പിടച്ചുപോയി. പക്ഷേ ആ സഹായം നീണ്ടു നിന്നില്ല. 100ഓളം വരുന്ന ഇബ്നു സിയാദിൻ്റെ പട്ടാളത്തെ അരിഞ്ഞു വീഴ്ത്തിയ തൻ്റെ പൊന്നുമോൻ മഹാനായ അലി അക്ബർ എന്ന് പറയുന്ന ആ കുട്ടി ശത്രുക്കളുടെ വെട്ടേറ്റി ലോകത്തോട് വിട പറയുന്ന രംഗം കണ്ടു നിൽക്കാൻ കഴിയാതെ തൻ്റെ പൊന്നുമോനെ വധിച്ച കാബാലികരെ അരിഞ്ഞു വീഴ്ത്തിയതിന് ശേഷം യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്ന തൻ്റെ പൊന്നുമോൻ്റെ ജനാസയെടുത്ത് ഹൈമയിലേക്ക് തിരിച്ച് തൻ്റെ പൊന്നുമോനെ 1000 ചുംബനങ്ങൾ അർപ്പിച്ച് പലതും എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പക്ഷേ പ്രതികാരം ഹുസൈൻ ചെയ്തിടും എന്നും വിരുത്തി കോടയിൽ കേറലായി. ഇബ്നു സിയാദിൻ്റെ പടയോടം നേ. പൊരുതി ഹുസൈനോരും തളർന്നിടും നേ. ദാഹജലത്തിനായി വഴിയില്ലല്ലോ. അൽഫാം ഭടന്മാരെ വീഴ്ത്തിയല്ലോ. പൊഹുമാ ഹുസൈനോരും ഷഹീദായം നേ. മൈമൂൺ ഹൈമയിൽ മടങ്ങിടും നേ. സിഗ്നൽ അവർക്കന്ന് കൊടുത്തിടും നേ. നദിയിൽ ഇറങ്ങിദാഹവും തീർത്തന്നേ. മഹദി വരുന്നതും ഇതിൻ പുറമേ. ഖൗലും ദാബത്തുൽ അറുളുമെന്നേ. കഥ ഞാൻ ഇവിടത്തിൽ ചുരുക്കിയിടട്ടെ. തെറ്റ് റഹീമായോൻ പൊറുത്തിയിടട്ടെ. തൻ്റെ പൊന്നുമോൻ അലി അക്ബറിനെ വകവരുത്തിയ യസീദിൻ്റെ 10,000 ഇബ്നു സിയാദിൻ്റെ പട്ടാളത്തിനോട് എതിരിടാൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല പടക്കളം പറപ്പിച്ചുകൊണ്ട് തക്ബീറിൻ്റെ മന്ത്രധ്വനികളുമായി ഒരു തുള്ളി ദാഹജലം പോലും ലഭിക്കാതെ ശത്രുമധ്യത്തിലേക്ക് ഇരച്ചു കയറിയെന്ന് മാത്രമല്ല, കർബലായിലെ മണൽത്തരികളെ കിടിലം വിളിച്ചുകൊണ്ട് പോരാട്ടത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമല്ലാതെ എന്താണ് പടക്കളത്തിൽ നടക്കുന്നതെന്നറിയാതെ എല്ലാവരും
എല്ലാവരും അത് അന്തളിച്ച് നിൽക്കുകയാണ്. 1000-ഓളം വരുന്ന ഇബ്നു സിയാദിൻ്റെ പട്ടാളത്ത് ഒരു തുള്ളി വെള്ളവും കുടിക്കാതെ ഇമാം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അരിഞ്ഞു വീഴ്ത്തുകയാണ്. അവസാനം തളർന്നവശനായ അദ്ദേഹത്തെ പട്ടാളം വകവരുത്തിയെന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആലാവിനെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല മുഹറം 10 ഗർബലയിൽ ഷഹീദായിരിക്കുകയാണ്. അങ്ങനെ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല ഗർബലയിൽ ഷഹീദായി വീണപ്പോൾ തൻ്റെ കുതിരയെ പിടിക്കാൻ വേണ്ടി ഇബ്നു സിയാദിൻ്റെ പട്ടാളം തുനിഞ്ഞെങ്കിലും കുതിരയെ പിടിക്കാൻ വന്ന യസീദിൻ്റെ 8ഓളം വരുന്ന പട്ടാളക്കാരെ കുതിര ചവിട്ടിക്കൊല്ലുകയും ഹുസൈൻ റളിയല്ലാഹു തആലാവിൻ്റെ കുടുംബം തമ്പടിച്ച ഹൈമയിലേക്ക് ഓടുകയും ഹുസൈൻ റളിയല്ലാഹു തആല വധിക്കപ്പെട്ടു എന്നതിന് മൈമൂൺ എന്ന് പറയുന്നൊരു കുതിര തൻ്റെ 2 ചെവികളും മാറ്റി സിഗ്നൽ നൽകിക്കൊണ്ട് അതാ മഹാനായ ദാഹജലം കൊണ്ട് സഹിക്കവയ്യാതെ ആ കുതിര ഒരൊറ്റ ദാഹജലത്തിന് വേണ്ടി യൂഫ്രട്ടീസ് നദിയുടെ സമീപത്തെത്തി മതിവരുവോളം വെള്ളം കുടിച്ചുകൊണ്ട് നദിയിലൂടെ അങ്ങ് യാത്ര ചെയ്യുകയാണ് എന്നായിരുന്നു കുതിരയുടെ ചരിത്രം. പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാളിൽ വരുന്ന ദാബത്തുൽ അർളി എന്ന അത്ഭുത മൃഗം ഈ മൃഗമായിരിക്കുമെന്നാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അല്ലെങ്കിൽ മഹാനായ ഇമാം മഹദി തങ്ങൾ വരുന്നത് ഈ കുതിരയുടെ പുറത്താണെന്നും പല അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും മഹത്തുക്കളായ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട് ഇരു വീട്ടിലും നമ്മെ അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ കണ്ണീരിൽ കുതിർന്ന കർബല എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ സാമ്പിൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, കർബല എന്ന് പറഞ്ഞാൽ ഇതല്ല. ശരിയായ കർബല പാടിപ്പറയുകയാണെങ്കിൽ 45 എപ്പിസോഡുകൾ എനിക്ക് വേണ്ടി വരും. ഇത് ഞാനുണ്ടാക്കിയ ചെറിയ കർബലയുടെ ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കഥ അറിയുന്ന ആളുകൾ എന്ത് കർബലയാണ് ഈ ചങ്ങായി പാടിപ്പറഞ്ഞത് എന്ന് ചോദിക്കും. ഇത് ഞാൻ എഴുതിയ കർബലയുടെ ചെറിയൊരു ചുരുക്കം മാത്രമാണ് 3 എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹക്ക് കൊണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടും അതുപോലെ ശുഹദാക്കളുടെ ഹക്ക് കൊണ്ടും അല്ലാഹു നമ്മളുടെ 2 ലോകവും വിജയത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കർബലായിലെ രക്തക്കളം അഥവാ കർബല എന്ന ചരിത്രകഥ ഞാൻ എഴുതിയ ചെറിയ സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ നിങ്ങൾക്ക് നന്ദി. എനിക്ക് വിട. അസ്സലാമു അലൈക്കും.